ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ് കേട്ടോ. ഹൗസ് ബോട്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കുറേ ദൂരം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ അങ്ങനെ ഒരു 10-11 മണി ഷാർപ്പിനാണ് ഹൗസ് ബോട്ട് എത്തിയത് കേട്ടോ. ഹൗസ് ബോട്ട് എത്തിയതും നമ്മൾ ഉള്ളിൽ കയറിയതും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം ഒന്നും ഇതുവരെ കാണാത്തൊരു ഫീലൊക്കെ ആയിരുന്നു ഉള്ളിൽ കയറിയതും. പിന്നെ സറൗണ്ടിങ്സ് എല്ലാം ആസ്വദിച്ച് കുറേ ഹൗസ് ബോട്ടുകളുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം തിരക്ക് കമ്മിയായിരുന്നു, അതുകൊണ്ട് എല്ലാ ഹൗസ് ബോട്ടും സ്റ്റാർട്ടിങ് അല്ലായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ച് വീഡിയോസ് എല്ലാം എടുത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആലപ്പുഴ വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്ന് കേരളത്തിൻ്റെ ഭംഗി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഹൗസ് ബോട്ടായിരിക്കും ആദ്യം ഓർമ്മ വരിക അല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് എൻജോയ്മെൻറ്റോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവുകയാണെങ്കിൽ അതൊരു എൻജോയ്മെൻ്റ് ആവും, കളിച്ച് തിമിർക്കുക എന്ന് പറയും. പക്ഷെ ഇത് ഇങ്ങനെ കളിച്ച് തിമിർക്കേണ്ട ഒന്നല്ല. അതായത് ഇരുന്ന് സാവധാനത്തിൽ നോക്കി ആസ്വദിച്ച് അങ്ങനെയുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് ടുഗദർ ഫാമിലി ഗെറ്റ് ടുഗദർ, പിന്നെ ഇരുന്ന് കൊണ്ടുള്ള ഒരു ടൂറ്, അതായത് സ്കൂൾ ഫ്രണ്ട്സ് ഗ്യാങ് തമ്മിലുള്ള ടൂറ്, അങ്ങനെയൊക്കെ പറ്റുന്ന ബെസ്റ്റ് ഒന്നാണ്. പിന്നെ അവിടെ തന്നെ നമ്മൾ കയറിയത് ജ്യൂസ് ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, പിന്നെ ലഞ്ച് ഉണ്ടായിരുന്നു, അടിപൊളി ലഞ്ചായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് 4-4:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വന്നപ്പോൾ അവിടെ കളിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് അല്ലായിരുന്നു. നല്ല തിരമാലകളെല്ലാം വലിയ തിരമാലകളൊക്കെ വന്ന് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ഇറങ്ങി കളിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടുമില്ല, നമ്മൾ കളിച്ചതുമില്ല. ജസ്റ്റ് ഒരു ബീച്ച് വൈബൊക്കെ നമ്മൾ ആസ്വദിച്ച് കുറച്ച് പിക്ചേഴ്സ് എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര പാലക്കാട്ടിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ട്രിപ്പിൽ നമുക്ക് വീണ്ടും കാണാം.